ശിവഗിരി HS റേഡിയോ സാസദസനിധ പനിധ മഗ മഗരിസ സാസദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അനന്യ സന്ദീപ്, അനഖാറാം, സാന്ദ്ര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സർക്കാർ കുടിശ്ശിക നൽകാനുള്ളത് കോടികൾ, പാഠപുസ്തക അച്ചടി പ്രതിസന്ധിയിലെന്ന്. ഹൈക്കോടതി ഉത്തരവ്, സർക്കാർ ഭൂമി കയ്യേറി വെച്ച ആരാധനാലയം പൊളിക്കണം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതിനൊരു അവസാനമില്ലേ? ക്യാൻ ആൻഡ് സർട്ടേൺ റിഗാർഡ് ചരിത്രം കുറിച്ചു. മൂന്നാം മുത്തമിട്ട് കൊൽക്കത്ത. +1 ഫലം പ്രഖ്യാപിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം. 10 ശനിയാഴ്ചകൾ. സ്കൂളുകളിൽ 205 പ്രവൃത്തി ദിനത്തിന് ശുപാർശ. കശ്മീരിൽ ബസ് അപകടം, 21 മരണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സർക്കാർ കുടിശ്ശിക നൽകാനുള്ളത് കോടികൾ, പാഠപുസ്തക അച്ചടി പ്രതിസന്ധിയിലെന്ന്. പാഠപുസ്തകം അച്ചടിച്ച വകയിൽ സർക്കാർ KBPSന് നൽകാനുള്ള പണം ഉടൻ നൽകിയില്ലെങ്കിൽ പാഠപുസ്തക അച്ചടി പ്രതിസന്ധിയിലാകുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി പറഞ്ഞു. 2016 മുതൽ 2024 വരെ പാഠപുസ്തക അച്ചടിയിലും ലോട്ടറി അച്ചടി, പേപ്പർ പർച്ചേസ്, പാഠപുസ്തക വിതരണം തുടങ്ങിയവയിലുമായി 344 കോടി രൂപയാണ് സർക്കാരിൽ നിന്നും KBPSന് ലഭിക്കാനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രക്ഷോഭ നടപടികൾ ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവ്, സർക്കാർ ഭൂമി കയ്യേറി വെച്ച ആരാധനാലയം പൊളിക്കണം. 6 മാസത്തിനകം പൂർത്തിയാക്കണം. കുരിശ്, കല്ല് എന്നിവ മാറ്റണം. സർക്കാർ ഭൂമിയിലെ അനധികൃത ആരാധനാലയങ്ങൾ 6 മാസത്തിനകം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് P. കുഞ്ഞികൃഷ്ണൻ്റേതാണ് സുപ്രധാന ഉത്തരവ്. അനധികൃത നിർമ്മിതികൾ അന്വേഷണ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകണം. സർക്കാർ ഭൂമിയിൽ മതപരമായ കുരിശ്, കല്ല് തുടങ്ങിയവ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും വഴി അന്വേഷണത്തിന് കലക്ടർമാർ നടപടി സ്വീകരിക്കണം. നടപടി റിപ്പോർട്ട് 1 വർഷത്തിനകം രജിസ്ട്രാർ ജനറലിന് നൽകണം. വിശ്വാസത്തിൻ്റെ പേരിൽ സർക്കാർ ഭൂമി കയ്യേറാനാവില്ല. എല്ലാ മതസ്ഥരും ഇങ്ങനെ തുടങ്ങിയാൽ സംഘർഷമുണ്ടാകും. ഭരണഘടന എല്ലാവർക്കും മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെന്ന് കരുതി ഇത്തരം നടപടികൾ ന്യായീകരിക്കാനാവില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 25-നാകും തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധി ജൂലൈ 1-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ നിയമസഭയിൽ 99 അംഗങ്ങൾ LDFനും അവശേഷിക്കുന്ന സീറ്റുകൾ UDFനുമാണ്. അതിനാൽ 3 സീറ്റുകളിൽ 2 എണ്ണത്തിൽ LDFന് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാകും. അവശേഷിക്കുന്ന സീറ്റിൽ UDF സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത. എന്നാൽ സ്ഥാനമൊഴിയുന്ന 3 അംഗങ്ങളും നിലവിൽ LDFൽ നിന്നുള്ളവരാണ്. നേരത്തെ ജോസ് കെ മാണി രാജ്യസഭാംഗമായ ശേഷമാണ് കേരള കോൺഗ്രസ് M UDF മുന്നണി വിട്ടത്. CPIയും CPMുമാണ് പതിവായി ഈ രാജ്യസഭാ സീറ്റുകളിൽ മത്സരിക്കാറുള്ളത്. ക്യാൻ ആൻഡ് സർട്ടേൺ റിഗാർഡ് ചരിത്രം കുറിച്ചു. മികച്ച നടിയായി അനസൂയ സെൻഗുപ്ത പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചരിത്രം കുറിച്ച് ഇന്ത്യക്കാരി നടി അനസൂയ സെൻഗുപ്ത. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടേൺ റിഗാർഡ് സെഗ്മെന്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ. ബൾഗേറിയൻ സംവിധായകൻ കൺസ്റ്റന്റൈൻ ബജാനോ ഒരുക്കിയ ഇന്ത്യൻ ചിത്രം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഡൽഹിയിലെ ഒരു വേശ്യാലയത്തിൽ നിന്നും പോലീസുകാരനെ കുത്തിയ ശേഷം രക്ഷപ്പെടുന്ന ലൈംഗിക തൊഴിലാളിയുടെ യാത്രയാണ് ചിത്രം പറയുന്നത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിത ക്യാനിലെ ഗ്രാൻഡ് പ്രൈസ് മത്സര വിഭാഗത്തിലേക്ക് മത്സരിക്കുന്നത്. പായൽ കപ്പാഡിയ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. മൂന്നാം മുത്തമിട്ട് കൊൽക്കത്ത. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് IPL കിരീടം. ഫൈനലിൽ 8 വിക്കറ്റിന് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. കൊൽക്കത്ത കിരീടമണിയുന്നത് 3ാം തവണ. ഈ സീസണിൽ വൻപൻ സ്കോറുകളുടെ ആശാന്മാരായിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഫൈനലിൽ കുറഞ്ഞ സ്കോറിനെ ചുരുട്ടിക്കൂട്ടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ 3ാം IPL കിരീടത്തിന് മുത്തമിട്ടു. ചെന്നൈ ചേപ്പോക്ക് സ്റ്റേഡിയത്തിൽ 114 റൺസിൻ്റെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ കൊൽക്കത്ത
10.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി. ഇന്നലെ ടോസ് നേടിയ ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 18.3 ഓവറിൽ 113 റൺസിന് ഓൾ ഔട്ടാക്കുകയായിരുന്നു കൊൽക്കത്ത. 3 വിക്കറ്റ് വീഴ്ത്തി ആന്ദ്രെ റസലും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയും ഓരോ വിക്കറ്റ് വീഴ്ത്തിയ വൈഭവ് അറോറയും വരുൺ ചക്രവർത്തിയും സുനിൽ നരയനും ചേർന്നാണ് സൺറൈസേഴ്സിനെ 113 ചുരുട്ടിയത്. +1 ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് +1 പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചത്. മാർച്ച് 1 മുതൽ 26 വരെയായിരുന്നു സംസ്ഥാനത്ത് +1 പരീക്ഷ നടന്നത്. ഇത്തവണ 4,14,159 വിദ്യാർത്ഥികളാണ് +1 പരീക്ഷ എഴുതിയത്. ഇതിനൊരു അവസാനമില്ലേ? ഒരു ജീവൻ കൂടി കവർന്ന് മുതലപ്പൊഴി. ഒരു മത്സ്യത്തൊഴിലാളിയുടെ കൂടി ജീവനെടുത്ത് മുതലപ്പൊഴി. മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശി അബ്രാഹം റോബർട്ട് ആണ് മരിച്ചത്. 3 പേർ രക്ഷപ്പെട്ടു. മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിരവധി ഏജൻസികൾ വന്ന് റിപ്പോർട്ട് നൽകി മടങ്ങിയെങ്കിലും മുതലപ്പൊഴിയിൽ ദുരന്തങ്ങൾക്ക് അവസാനമില്ല. മുതലപ്പൊഴിയിൽ ഈ വർഷം ഇതുവരെ 13 അപകടങ്ങളാണ് ഉണ്ടായത്. അപകടങ്ങൾ തുടർക്കഥയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഫലപ്രദമായ യാതൊരു നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാകുന്നില്ല. വിഷയത്തിൽ കേന്ദ്രത്തിന് നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം 2ാം ഘട്ട ചർച്ച പൂർത്തിയായി. തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ച പൂർത്തിയായി. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. ക്യാബിൻ ക്രൂവിന്റെ അടക്കം താമസം മെച്ചപ്പെട്ട ഹോട്ടലുകളിലേക്ക് മാറ്റുമെന്ന് ചർച്ചയിൽ ഉറപ്പു നൽകി. കരാർ ജീവനക്കാരുടെ സേവന വേതനത്തിലും മാറ്റം വരുത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നിലവിൽ വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതും ആപ്പിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണെന്ന് ചർച്ചയിൽ മാനേജ്മെന്റ് സമ്മതിച്ചു. 10 ശനിയാഴ്ചകൾ സ്കൂളുകളിൽ 205 പ്രവൃത്തി ദിനത്തിന് ശുപാർശ. സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം 10 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 205 പ്രവൃത്തി ദിനങ്ങൾക്ക് ശുപാർശ. 2024-25 അധ്യയന വർഷത്തെ അക്കാഡമിക്കൽ കലണ്ടർ തീരുമാനിക്കുന്നതിന് ശനിയാഴ്ച ചേർന്ന QIP യോഗത്തിൻ്റേതാണ് ശുപാർശ. 210 പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം അധ്യാപക സംഘടനകൾ തള്ളി. കലണ്ടർ പ്രകാരം 195 പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. ശനിയാഴ്ചകൾ ചേർത്താണ് 205 പ്രവൃത്തി ദിനങ്ങൾ. എന്നാൽ തുടർച്ചയായി 5 പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷവും അധ്യയന ദിനങ്ങൾ കൂട്ടുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും അധ്യാപക സംഘടനകളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കശ്മീരിൽ ബസ് അപകടം, 21 മരണം. ജമ്മു കശ്മീരിൽ 150 താഴ്ചയിലേക്ക് മറിഞ്ഞ് 21 പേർ മരിച്ചു. അപകടത്തിൽ 40 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകുന്നേരം 3:30യോടെയാണ് പൂഞ്ച് ഹൈവേയിൽ അഗ്നൂർ പ്രദേശത്താണ് ബസ് കൊക്കിയിലേക്ക് മറിഞ്ഞത്. ഉത്തർപ്രദേശിൽ ഹത്രാസിൽ നിന്ന് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ അഗ്നൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 50 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ഏറെയും UP, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. അനോന സിദ്ധു. ശതവർഷം പൂർത്തിയാക്കുന്ന ശിവഗിരി സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 3 തിങ്കൾ രാവിലെ 9:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നതാണ്. ശിവഗിരി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ അധ്യക്ഷം വഹിക്കുന്ന പ്രസ്തുത ചടങ്ങിന് ശിവഗിരി HSS പ്രിൻസിപ്പൽ ശ്രീമതി OV കവിത സ്വാഗതം ആശംസിക്കും. പ്രവേശനോത്സവ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. വിദ്യാലയത്തിലെ പരിസ്ഥിതി സംരക്ഷണ പരിപാടി ആദരണീയനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KM ലാജി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. തിരുവനന്തപുരം റൂറൽ SP ശ്രീമദ് കിരൺ നാരായണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിന് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബിറിൽ, ശിവഗിരി മഠത്തിലെ സന്യാസിവര്യൻ ശ്രീമദ് വിരജാനന്ദഗിരി, PTA പ്രസിഡന്റ് ശ്രീ D. ഷിബി, SNEMSHS പ്രിൻസിപ്പൽ ശ്രീമതി സലീല ടീച്ചർ എന്നിവരാണ് ആശംസ അർപ്പിച്ചു സംസാരിക്കുന്നത്. പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് കൃതജ്ഞത അറിയിക്കുന്നത് ആദരണീയയായ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി S. സിനിമോൾ ആണ്.
ജൂൺ 3 നടക്കുന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ പ്രിയപ്പെട്ട നവാഗതർക്ക് ശിവഗിരി HS റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സർക്കാർ കുടിശ്ശിക നൽകാനുള്ളത് കോടികൾ. പാഠപുസ്തക അച്ചടി പ്രതിസന്ധിയിലെന്ന്. ഹൈക്കോടതി ഉത്തരവ് സർക്കാർ ഭൂമി കയ്യേറി വെച്ച ആരാധനാലയം പൊളിക്കണം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതിനൊരു അവസാനമില്ലേ? ക്യാൻ ആൻഡ് സർട്ടേൺ റിഗാർഡ് ചരിത്രം കുറിച്ചു. 3-ാം മുത്തമിട്ട് കൊൽക്കത്ത. +1 ഫലം പ്രഖ്യാപിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം. 10 ശനിയാഴ്ചകൾ. സ്കൂളുകളിൽ 205 പ്രവൃത്തി ദിനത്തിന് ശുപാർശ. കശ്മീരിൽ ബസ് അപകടം, 21 മരണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. सा सा द स नि द प नि द म ग म ग रे सा. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കവിത പങ്ക്. ഇന്ന് കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഏതാനും വരികൾ കേൾക്കാം. അവതരണം ആവണി. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരാംബുരിക്കുത്തരും ബാന്ധത്തിലുള്ള വിസ്തൃത രാജവീതിതൻ കിഴക്കരികിൽ കാളിമ കാളുന്ന ബസ്യേയും അവയ്ക്കും വെൺമനോജ്ഞ മാളികയും നിന്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതില നഖത്താളിരുന്നാൾ കാണും ചെറു മതിലിനുള്ളിൽ ചിന്നിയ പൂങ്കൂലകളാം പട്ടുതൊങ്ങൾ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കൂടതൻ കീഴിൽ മസൃണശിലാസനത്തിൽ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പ വിശ്രമരസുരഭിയാം മുപ്പതാനത്തിൽ. നന്ദി. सा सा द स नि द प नि द म ग म ग रे सा. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. കഴിഞ്ഞ ആഴ്ചയിലെ വിജയി നേഹ 6ാം ക്ലാസ് C ഡിവിഷൻ. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യവും അതിന്റെ ഉത്തരവും ഇതാ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഈ ആഴ്ചയിലെ ചോദ്യം 2024 IPL വിജയി. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.